യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയാണ് പിഴച്ചത്? മാറിയ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ മുഖം എന്ന രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. സത്യം പറയാമല്ലോ, അണഞ്ഞുകിടന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനലുകളിൽ വന്നിരുന്നു നടത്തുന്ന ചർച്ചകളും മറ്റു പല രാഷ്ട്രീയ ഇടപെടലുകളും വലിയൊരു ഊർജമാണ് നൽകിയത്. ഞാനിത് പറയാൻ കാരണം, കോൺഗ്രസ് കേരളം ഭരിക്കുന്ന സമയത്ത് ഡിവൈഎഫ്ഐ, SFI തുടങ്ങിയ ഇടതുപക്ഷ പോഷക സംഘടനകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? UDF മന്ത്രിസഭ ഭരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇടതുപക്ഷ സംഘടനകൾക്ക് വിശ്രമമില്ലാത്ത ദിനങ്ങളാണ്. ഭരണപരമായി നടക്കുന്ന എന്ത് പ്രശ്നങ്ങളിലും സമരമുഖത്ത് ഈ സംഘടനകളെ കാണാൻ കഴിയുക മാത്രമല്ല, ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കി നൽകാനും ഈ സംഘടനകൾക്ക് കഴിഞ്ഞിരിക്കും. CPM പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭരണപക്ഷത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങൾ മൂലം അത്തരത്തിലുള്ള സമരങ്ങൾ ആ ഇടതുപക്ഷ സംഘടനകൾക്ക് നടത്താൻ കഴിയാറില്ല. എന്നാലും പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ അപ്പോഴും അവർ സമരമുഖം തുറക്കാറുണ്ട്. ഉദാഹരണത്തിന്, കേരള ഗവർണറും കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശക്തമായ സമരവുമായി രംഗത്തെത്തിയത് SFI ആയിരുന്നു. കേന്ദ്ര സർക്കാർ തങ്ങളുടെ അജണ്ടകൾ ഗവർണർ വഴി കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ SFI, DYFI തുടങ്ങിയ സംഘടനകൾ ശക്തമായി തന്നെയാണ് രംഗത്തിറങ്ങിയത്. എന്നാൽ ആ സാഹചര്യത്തിൽ KSUവും യൂത്ത് കോൺഗ്രസും ചെയ്തത് എന്താണ്? SFI സമരരംഗത്തിറങ്ങിയതിന് പിന്നാലെ അവരുടെ പതുക്കെയുള്ള പിന്മാറ്റമാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല, ഇടതുപക്ഷ പോഷക സംഘടനകളിലെ നേതാക്കളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ നിരവധി പരാമർശങ്ങളും ഈ പറയുന്ന കോൺഗ്രസ് പോഷക സംഘടനയിലെ പ്രവർത്തകരിൽ നിന്നും ഉണ്ടായി. KSU ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും നടത്തുന്ന ഒരു സമരവും വിജയിക്കുക എന്നുള്ളതല്ല അവരുടെ യഥാർത്ഥ ലക്ഷ്യം. SFIയും DYFIയും നടത്തുന്ന സമരങ്ങൾ വിജയിക്കരുത് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. 2016 അധികാരത്തിലേറിയ പിണറായി വിജയൻ സർക്കാർ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ പറയുന്ന കോൺഗ്രസ് പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ തീരുമാനമുണ്ടായ ഏതെങ്കിലും ഒരു സമരം എടുത്തു പറയാൻ കഴിയുമോ? കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങൾക്കെതിരെയും ഇടതുപക്ഷ സംഘടനകൾ പ്രതിഷേധം നടത്തിയപ്പോൾ കാര്യമാത്ര പ്രസക്തമായ ഏതെങ്കിലും ഒരു പ്രതിഷേധം ഇക്കൂട്ടരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതായി ഓർമ്മയുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കാൾ കഷ്ടമായിരുന്നു മുൻപ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള ചില പുതിയ നേതാക്കൾ ഈ പാർട്ടിക്കുള്ളിൽ, അതുപോലെ തന്നെ ഈ പോഷക സംഘടനകൾക്കുള്ളിൽ എത്തിയതോടെയാണ് ഇപ്പോൾ കാണുന്ന ഈ ജീവനെങ്കിലും യൂത്ത് കോൺഗ്രസിന് തിരിച്ചു വന്നത്. അത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന് പുതിയ ഒരു മുഖം നൽകുമെന്ന് പ്രതീക്ഷിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയാണ് പിഴച്ചത് എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇന്ന് യൂത്ത് കോൺഗ്രസ് സംഘടനയ്ക്കുള്ളിലും കോൺഗ്രസ് പാർട്ടിയിലും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിടുന്ന നേതാവ് ആര് എന്ന് ചോദിച്ചാൽ കൃത്യമായും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും, അത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന്. എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രത്തോളം ശത്രുക്കൾ ഉണ്ടായത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടായ ഒരു ബോധ്യമാണത്. എന്നുവെച്ചാൽ അവർ ഇതുവരെ കണ്ടുവന്ന രാഷ്ട്രീയക്കാരിൽ നിന്നും തികച്ചും വിഭിന്നമായ ഒരു പ്രകൃതമാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത്. ഒരു കോൺഗ്രസ് നേതാവിന് വേണ്ട യാതൊരുവിധ ഗുണങ്ങളോ അതുപോലെ ശീലങ്ങളോ രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ല എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല, താഴെ നിന്ന് പ്രവർത്തിച്ച് മുകളിലേക്ക് വരികയായിരുന്നു രാഹുൽ മാങ്കൂട്ടമെന്ന് ആ മാങ്കൂട്ടവും അദ്ദേഹത്തിൻ്റെ അനുയായികളും പറഞ്ഞാലും കോൺഗ്രസ് പ്രവർത്തകർ അത് വിശ്വസിക്കില്ല. വ്യാജ ID കാർഡ് സൃഷ്ടിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവായ ഷാഫി പറമ്പിലിൻ്റെ നോമിനിയാണെന്നുള്ള പരിഗണനയും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിലേക്ക് കയറി വരാനുള്ള സാഹചര്യം ഒരുക്കി എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കളും ബഹുഭൂരിപക്ഷം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കരുതുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയാണ് പിഴച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുൻപ് മറ്റൊരു പ്രധാന കാര്യം കൂടി ഞാൻ പറയാം. യൂത്ത് കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അടുത്ത യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് 2026-ലാണ്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നാണ് വിവരം. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പകരം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയ ആൾ എത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട സംഘടനാ വിഷയങ്ങൾ അത്രത്തോളം ഗുരുതരമാണെന്ന സൂചനകളും ഇതോടൊപ്പം ലഭിക്കുന്നുണ്ട്. നിരവധി പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. സംഘടനാപരമായതും വ്യക്തിപരമായതുമായ പല വിഷയങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്.
വ്യക്തിപരമായ വിഷയങ്ങൾ നമുക്ക് വിടാം. ആ വിഷയത്തിൽ ഇരയും വേട്ടക്കാരനും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഇരയുടെ പരാതിയായി ഒന്നും പുറത്തു വന്നിട്ടുമില്ല. അതെല്ലാം നമുക്ക് വിടാം. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലനിൽക്കുന്ന ചില സംഘടനാപരമായ വിഷയങ്ങൾ അതിൻ്റെ മൂർധന്യത്തിലാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾ അറിഞ്ഞു കാണും, കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ നേതൃയോഗത്തിൽ വച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. ആ യോഗത്തിൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഒരു പ്രധാന ആരോപണമുണ്ട്. മാങ്കൂട്ടം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നും അത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് എന്നുമാണ് വിമർശനമുയർന്നത്. യൂത്ത് കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടന എന്ന നിലയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇത്തരത്തിലുള്ള ഏകാധിപത്യ നിലപാടുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്നാണ് യോഗത്തിൽ ഭൂരിപക്ഷ അഭിപ്രായമുയർന്നത്. ഇതിൽ ഏറ്റവും രസകരമായ സംഗതി എന്ന് പറഞ്ഞാൽ, വയനാട് പുനരധിവാസത്തിൽ 30 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇക്കാര്യം യൂത്ത് കോൺഗ്രസ് സംഘടനയ്ക്കുള്ളിൽ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. ഇക്കാര്യം ആരോടും ചോദിച്ചില്ല, ഇതുമായി ബന്ധപ്പെട്ട ആരുമായും ചർച്ച നടത്തിയിരുന്നില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ തന്നെ വ്യക്തമാക്കുന്നത്. അതായത് സ്വന്തമായി ഒരു തീരുമാനമെടുത്തു, ആ തീരുമാനം നടപ്പിലാക്കാൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ മറ്റ് അംഗങ്ങളോട് പറഞ്ഞു. ചിലർ അംഗീകരിച്ചു, ചിലർ അംഗീകരിക്കാതെ ഇപ്പോഴും പ്രതിഷേധം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതാണ് ചുരുക്കം. യൂത്ത് കോൺഗ്രസ് എന്ന സംഘടനയുടെ പേരിൽ 30 വീട് നിർമ്മിച്ചു നൽകാമെന്നൊക്കെ പറയുമ്പോൾ അത് മറ്റുള്ളവരോട്, ഒരു മനുഷ്യരോടും കൂടിയാലോചിക്കാതെ സ്വന്തമായൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് എന്നാണ് മറ്റു നേതാക്കൾ പറയുന്നത്. യോഗത്തിൽ പങ്കെടുക്കാൻ വന്നവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധമുയർത്തണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വന്നത് എന്നാണ് അറിയുന്നത്. യൂത്ത് കോൺഗ്രസിൽ ഇത്തരമൊരു ഏകാധിപത്യ സമീപനം വച്ചുകൊണ്ട് മറ്റുള്ളവരെ ഭരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വരരുത് എന്ന കർശനമായ താക്കീതും ചില അംഗങ്ങൾ ചർച്ചയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിരുന്നു. യോഗത്തിൽ പങ്കെടുക്കാൻ കൃത്യസമയത്തെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വയനാട് ദുരിതാശ്വാസത്തിന് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഫണ്ട് ശേഖരണവും മറ്റ് പ്രവർത്തനങ്ങളും വിലയിരുത്തിയ ശേഷം പതുക്കെ തിരിച്ചു പോകാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ അപ്പോഴാണ് ഭൂരിപക്ഷം പ്രതിനിധികളും ഒരുമിച്ചെഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് സംസ്ഥാന പ്രസിഡന്റ് പോയാൽ മതി എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് പറയുന്നത്. എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ചെന്ന് ഇടുക്കി ജില്ലാ ഭാരവാഹികൾ പുള്ളിക്കാരനോട് പോകരുത് എന്ന് പറയുകയായിരുന്നു. പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമെന്നും മാധ്യമങ്ങളിലടക്കം വാർത്തകൾ നൽകാൻ തയ്യാറായാണ് ചില പ്രതിനിധികൾ ഇരിക്കുന്നതെന്നും അവർ മാങ്കൂട്ടത്തെ ധരിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചു വീണ്ടും യോഗസ്ഥലത്തേക്ക് മടങ്ങേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ എത്രമാത്രം ഈ സാഹചര്യത്തിൽ പ്രതിസന്ധിയിലായിട്ടുണ്ടെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കാരണം ഗ്രൂപ്പ് സംബന്ധമായ ചില വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന പ്രസിഡന്റിനോട് ആജ്ഞാപിക്കുക എന്നൊക്കെ ആദ്യമായി കേൾക്കുന്ന കാര്യങ്ങളാണ്. ടി സിദ്ദീഖും ഷാഫി പറമ്പിലുമൊക്കെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായി ഇരുന്നിട്ടുള്ള സമയത്ത് അവരുടെ വാക്കുകൾക്ക് വലിയ വിലയായിരുന്നു മറ്റംഗങ്ങൾ കൽപ്പിച്ചിരുന്നത്. ഷാഫി പറമ്പിലിനെതിരെ യൂത്ത് കോൺഗ്രസിലെ എതിർപ്പുകൾ നിലനിന്നിരുന്നു എങ്കിലും എല്ലാവരെയും തഞ്ചത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് ആ പുള്ളിക്കുണ്ടായിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം അങ്ങനെയല്ല. ഷാഫി പറമ്പിലിൻ്റെ ബലത്തിൽ ഞങ്ങളെ ഭരിക്കാൻ വരരുത് എന്ന നിർദ്ദേശം യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പാലക്കാട് MLA ആയി ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹിത്വം ഒഴിയണമെന്ന നിരവധി നിർദ്ദേശങ്ങളും കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായി. അതിലൊന്നും സത്യം പറഞ്ഞാൽ മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ മെനക്കെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താൻ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം മറ്റുള്ളവർക്ക് അതിൽ പിടിച്ച് തൂങ്ങാൻ എന്ന് പുള്ളിക്കാരൻ കരുതിയെങ്കിൽ അതിലൊരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് എവിടെയാണ് തെറ്റിയത്? യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിലവിലുള്ള നേതാക്കളെക്കാളും താൻ വലുതായി എന്ന തോന്നൽ എന്നാണോ രാഹുൽ മാങ്കൂട്ടത്തിന് വന്നത്, അന്ന് മുതലാണ് രാഹുലിന് തെറ്റ് സംഭവിച്ചു തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിൽ ഭാരവാഹിത്വം ഒഴിഞ്ഞതോടെ ഷാഫിക്ക് പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാരവാഹിയായി വന്നു. ഷാഫി പാലക്കാട് MLA സ്ഥാനം ഒഴിഞ്ഞതോടെ പകരം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും വന്നു. ഷാഫിയും രാഹുലും മാത്രമല്ല കോൺഗ്രസ് പാർട്ടി എന്ന് പ്രവർത്തകർ പറയുന്നതിൻ്റെ കാരണം ഇതൊക്കെയാണ്. മാത്രമല്ല, എത്രയൊക്കെ ആയാലും കെ കരുണാകരനും കെ മുരളീധരനും കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ ഇന്നും ഒരു വികാരമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാലിനെ നികൃഷ്ടമായ ചില വാക്കുകൾ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് അപമാനിച്ചത്. അതായത് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടി വിട്ട് BJPയിലേക്ക് പോയ സമയത്ത് യഥാർത്ഥത്തിൽ ഇത് കോൺഗ്രസ് പ്രവർത്തകരെ ഒന്നാകെ സന്തോഷിപ്പിക്കാനാണ് മാങ്കൂട്ടൻ ചെയ്തതെങ്കിലും കാര്യം തിരിച്ചടിക്കുകയായിരുന്നു. പത്മജ വേണുഗോപാലിനെ എന്തെങ്കിലും അനാവശ്യം പറയുമ്പോൾ അത് കെ മുരളീധരനും കെ കരുണാകരൻ്റെ ഓർമ്മകൾക്കും ആണ് കൊള്ളുന്നതെന്ന് പാവം ആ സമയത്ത് ഓർത്തില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നേതാക്കൾ അനിഷ്ടം പ്രകടിപ്പിച്ചു തുടങ്ങിയത്.
പിന്നെ ധാരാളം സംഭവങ്ങൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസ് പാർട്ടിയെ നാണം കെടുത്തിയ രാത്രി യാത്രയൊക്കെ നമ്മൾ കണ്ടതാണ്. PV അൻവറിനെ പാതിരാത്രി ഗുഡ് നൈറ്റ് പറയാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ രാഹുൽ മാങ്കൂട്ടം യഥാർത്ഥത്തിൽ അന്ന് പ്രതിസന്ധിയിലാക്കിയത് VD സതീശനെയും ഉറ്റ കൂട്ടുകാരൻ ഷാഫി പറമ്പിലിനെയുമാണ്. ഇതൊന്നും സാധാരണക്കാരായ പ്രവർത്തകരെ സംബന്ധിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏത് വിധത്തിലാണ് പ്രതിസന്ധിയിൽ നിൽക്കുന്നത്, അതേ വിധത്തിൽ തന്നെയാണ് കോൺഗ്രസിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടവും പ്രതിസന്ധിയും നിൽക്കാൻ പോകുന്നത്.